മനുഷ്യൻ്റെ പാപമാണ് ഇതിനൊക്കെയും കാരണമെന്ന് വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ നാളുകളിൽ പത്രങ്ങളിലും TV ന്യൂസിലും വാട്സപ്പിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഓരോ ദിവസവും നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കോട്ടയത്ത് നടന്ന ആ കൊലപാതകത്തെക്കുറിച്ച് ഞെട്ടലോടുകൂടിയാണ് നമുക്കത് കാണാനായി സാധിച്ചത്. ആസാം നിവാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തി അവരുടെ വസ്ത്രമെല്ലാം പറിച്ചുരിഞ്ഞ് വളരെ നീചമായിരിക്കുന്ന നിലയിലാണ് ആ സംഭവം നമുക്ക് വാർത്തകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നത്. ഇതുപോലെ കേരളത്തിൽ ഓരോ ദിവസവും കഴിയുന്തോറും എന്തുമാത്രം സംഭവങ്ങളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ പരിസരങ്ങളിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ശുഭലമായിട്ട് വിറ്റഴിക്കപ്പെടുകയാണ്. മാതാപിതാക്കൾ വളരെ ലക്ഷ്യത്തോടും ആഗ്രഹത്തോടും കൂടി തങ്ങളുടെ മക്കൾക്ക് നല്ല ഉയർന്ന ഒരു ജോലി ഉണ്ടാകണം, സാമ്പത്തിക ഭദ്രത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോണെടുത്തും കടം വാങ്ങിച്ചുമൊക്കെ നല്ല നിലവാരമുള്ള കോളേജുകളിലൊക്കെ അയച്ച് അവരെ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് ഭാവിയിൽ നന്നായിട്ട് അവർ മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പഠനത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ അയക്കുമ്പോൾ അവരവിടെ ചെന്നിട്ട് കൂട്ടുകാരുമായിട്ട് ലഹരി വസ്തുക്കൾക്ക് അടിമയായിട്ട് വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ലക്കും ലഗാനുമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കേരളത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, മാത്രമല്ല വീടുകളിൽ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശിനെ മദ്യവെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ